ഹലോ. ഓണത്തിൻ്റെ ഒരാഴ്ച മുമ്പ്, അതായത് ഉത്രാടത്തിൻ്റെ അന്നെങ്കിലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട കുറേ അധികം പണികളിലെ കുറച്ച് പണികളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ ആ ഷർട്ട്സൊക്കെ ഓൾട്രേഷൻ ചെയ്യാനുള്ളതാണ്. ഈ ഒരു റെഡ് തുണി ഒരു സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ആ താഴെ ഇരിക്കുന്ന ഈ ഒരു സെറ്റ് ഇപ്പം ഞാൻ മാറ്റി വെച്ചത് ഒരു അംബ്രല സ്കേർട്ട് ക്രോപ്പ് ടോപ്പ് ചെയ്യാനുള്ളതാണ്. അതിലേക്കുള്ള ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കുമാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതൊക്കെ പിന്നെ എൻ്റെ വീട്ടിലേക്കുള്ളതും എനിക്കുള്ളതും കുട്ടികൾക്കുള്ളതൊക്കെയാണ് കേട്ടോ. നമ്മൾ തുണികളൊക്കെ എടുത്തു വെച്ചു, ഞാനതൊന്ന് സോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അതിലേക്കുള്ള നൂലുണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് നെക്സ്റ്റ് പരിപാടി. ചില സമയത്ത് നമ്മുടെ കയ്യിൽ എത്ര കളർ നൂലുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആ ഒരു കളറ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അധികം ആ ഒരു നൂലിന് വേണ്ടിയിട്ട് കടയിൽ പോയിട്ട് വാങ്ങേണ്ടി വരും. ഞാൻ തപ്പി നോക്കിയപ്പോൾ എനിക്ക് ഭാഗ്യത്തിന് എല്ലാ കളർ നൂലും മാച്ചിങ് ആയിട്ടുള്ളത് കിട്ടിയിട്ടോ. ഈ ഒരു ഇത് മോവ് ഷെയ്ഡ് തന്നെയാണോ അതോ ലൈലാക്കാണോ? എനിക്ക് ആ ഷെയ്ഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനാണ്. എന്തായാലും അതിനുള്ള ഷെയ്ഡും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും നൂല് വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ടൈലറിങ് എസെൻഷ്യൽസൊക്കെ മേടിക്കുന്ന ഷോപ്പിൽ നിന്ന് എപ്പോഴും ഏതെങ്കിലുമൊക്കെ 3-4 കളർ നൂല് വെറുതെ ആഡ് ചെയ്തിടാറുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ചില്ലറൊക്കെ ആയിട്ട് വരില്ലേ ബില്ലടിക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഈ പെട്ടികൾ ഇങ്ങനെ നിറയാറുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടനും കുട്ടിയും പറഞ്ഞു നമുക്ക് തൃക്കാതിരപ്പനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു വാങ്ങാം ഓണത്തിൻ്റെ സമയത്തേക്ക്. പക്ഷേ ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കൽ തന്നെയായിരുന്നു പതിവ്. പിന്നെ നമുക്കെല്ലാതും പൂക്കളവും എല്ലാം റെഡിമെയ്ഡ് കിട്ടുന്ന പോലെ തന്നെ ഇതും കുറേ കാലമായിട്ട് റെഡിമെയ്ഡായിട്ട് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. സ്ട്രീറ്റിലൊക്കെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും കാണും. പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ എൻ്റെ വീട്ടിൽ ഞാനൊരു 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ ആ സമയം തൊട്ട് ഇത് വാങ്ങുക തന്നെയാണ് ചെയ്യാറ്. അതിന് മുന്നേ വരെ നമ്മൾ ജോയിൻറ്റ് ഫാമിലി ആയിട്ട് താമസിച്ചിരുന്ന സമയത്ത് അമ്മായി ഞങ്ങളും ഒക്കെ കൂടിയിട്ട് ഇതേപോലെ ഓണത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്കും പുറ്റുമണ്ണ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കത് ഭയങ്കര കൗതുകവും സന്തോഷമൊക്കെ ആയിരുന്നു. പിന്നെ അമ്മായി എല്ലാവരും വീട് മാറി വേറെ വേറെ വീടൊക്കെ ആയതിന് ശേഷം പിന്നെ ഇതിനു വേണ്ടി മെനക്കെടാനായിട്ട് ആരുമില്ല. അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ട് നമ്മളിത് വാങ്ങിക്കും കേട്ടോ. പിന്നെ അത്രയും വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഇത് ഇവിടെയാണ് ഏട്ടൻ പറയണത് ഇത് നമുക്ക് ഉണ്ടാക്കാമെന്ന്. ഓക്കെ, അപ്പം അങ്ങനെ അത് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ആ ഒരു സംഗതി നിങ്ങൾക്ക് മനസ്സിലായില്ലയോ, ഓണത്തിൻ്റെ കളത്തിൻ്റെ നടുക്ക് വയ്ക്കുന്ന ഓണത്തപ്പനെ. അപ്പോൾ ഇതിങ്ങനെ മണ്ണിൽ ഉണ്ടാക്കിയിട്ട് നല്ല ക്ലേ പോലത്തെ മണ്ണിൽ ഉണ്ടാക്കിയിട്ട് 2-3 ദിവസമൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കി അതിൽ ചാന്തിട്ട് അതിനകത്ത് പൂവൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഹോളൊക്കെ ഇട്ട് അങ്ങനെ നല്ല രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഞാൻ പിന്നെ വിചാരിച്ചു നോക്കി നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമസ്വിയൊക്കെ അവളുടെയൊക്കെ ഈ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മെനക്കെടേണ്ട ആവശ്യമില്ല. എല്ലാം റെഡിമെയ്ഡ് കിട്ടുന്ന ഒരു ഇതിലാണല്ലോ നമ്മളുള്ളത്. അപ്പോൾ പിന്നെ അവൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു അവസരമായിക്കോട്ടെ. ഞാൻ എന്തായാലും മണ്ണ് കുഴയ്ക്കാൻ പോയില്ല കേട്ടോ. എനിക്ക് മണ്ണ് കുഴയ്ക്കാൻ അത്ര വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല, സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇത്രയും പണികൾ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പുല്ല് പറിക്കാനും ക്ലീൻ ചെയ്യാനും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് തന്നെ ചെയ്യുന്നതല്ല, ഈ ഒരാഴ്ചയുടെ ഇടയ്ക്ക് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഷേപ്പൊക്കെ കുറച്ച് തിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് അത് വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി ഒന്ന് അടിച്ച് സെറ്റാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളത് ഒന്ന് വലിയാൻ വേണ്ടിയിട്ട് വെയിലത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഹോളിട്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമുക്കതിൽ ഹോളിടാൻ പറ്റില്ല കേട്ടോ. ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് ഹോളിടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള പരിപാടിയാവും. നമ്മൾ വലിയാൻ വേണ്ടി വെക്കുകയും ചെയ്തു, ഇങ്ങനെ ഹോളിട്ട് കൊടുക്കുകയും ചെയ്തു കേട്ടോ. ഇനി പിന്നെ ഞാൻ ബാക്ക് ടു മൈ വർക്ക്. ഞാൻ നേരത്തെ വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, എഴുതുകയും ചെയ്തില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഷർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലെങ്ത്ത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 100 മണി കിടക്കുന്നുണ്ട്, പുല്ല് പറിക്കാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല. ഞാൻ ഭയങ്കര സ്റ്റക്കായിട്ടുള്ളൊരു ആളാണ് കേട്ടോ. കുറേ നേരം ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരുന്ന് അതിൻ്റെ ഇടയ്ക്ക് നിന്നൊരു പന്തം കിട്ടുമ്പോഴാണ് അടുത്ത പണി ചെയ്യാനായിട്ട് പോകാറുള്ളത്. ഒരു സാരി ബ്ലൗസ് കട്ട് ചെയ്യാനുള്ള പാറ്റേൺ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പാരലായിട്ട് അവിടെ പുല്ലുപറി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം പുല്ല് പറിക്കാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വന്നിട്ട് ബ്ലൗസ് ഞാൻ കട്ട് ചെയ്യുകയും സ്റ്റിച്ച് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അത് നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും ഞാനിതിൻ്റെ പരിപാടിയൊക്കെ തീർത്തിട്ട് അതൊന്ന് അയൺ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു പ്രിൻസസ് ബ്ലൗസാണ് കേട്ടോ. നല്ല വൈഡായിട്ടുള്ള നെക്ക് കൊടുത്തിട്ടുള്ളൊരു ബ്ലൗസ്. ഇത് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു.
അതൊന്ന് നമ്മൾ അയൺ ചെയ്ത് സെറ്റാക്കി ഇതാ കണ്ടോ ഈ സ്ക്യൂർ ഇരിക്കുന്നത് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ എപ്പോൾ ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും ഉത്രാടത്തിൻ്റെ അന്ന് വരെയാണ് സമയമുള്ളത്. പക്ഷെ നമ്മുടെ ഓണം ക്യാൻസലായിട്ടുണ്ട് കേട്ടോ. തറവാട്ടിലിപ്പോൾ തൃക്കാക്കരപ്പനൊക്കെ നമ്മൾ ഉണ്ടാക്കി. പക്ഷെ 1-ാം തീയതി നമുക്കൊരു മരണം, തറവാട്ടിലൊരു മരണം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഓണം ആഘോഷിക്കണില്ല എന്ന് വെച്ചു കേട്ടോ. ഇത് കുട്ടികളുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് എൻ്റെ ഒരു പട്ടുപാവാടയുടെ ബ്ലൗസ് ഡ്രാഫ്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ ഫുൾ ഓൺ ഇതായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് നെക്സ്റ്റ് ഡേ ആണ്. അതും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഓൾട്ടർ ചെയ്തതും ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതും മറ്റേ സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ചില്ലറ പണികളാണ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി കുട്ടികൾക്കുള്ള അംബർല സ്കേർട്ട് ഒന്നും ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇത് നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ തുണിയാണ്, സെൽഫ് പ്രിൻ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ബ്ലൗസ് ഞാൻ തുന്നിയിട്ടുള്ളത് എനിക്ക് മുന്നേ ഞാൻ ധാവണിക്ക് വേണ്ടിയിട്ട് പാവാട 2 ചെയ്തിട്ടുള്ളതിലേക്കും കൂടി ഈ മെറൂൺ ബ്ലൗസ് മാച്ച് ഔട്ട്. അപ്പോൾ അത് ഇങ്ങനെ പട്ടുപാവാടയും ബ്ലൗസുമായിട്ട് ഇടാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഈ ഒരു ബ്ലൗസ് തുന്നിയിട്ടുള്ളത്. നമ്മൾ അന്ന് SJ ഡിസൈൻസിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു തുണിയാണ്. ഞാൻ 1.5 മീറ്റർ എന്തോ തുണി എടുത്തിട്ടുണ്ടായിരുന്നു. 120 രൂപയോ എത്രയാണ് കേട്ടോ ഒരു മീറ്ററിന് റേറ്റ്. നല്ല രസമായിട്ടുള്ള തുണിയാണത്. ഞാൻ അതിലേക്ക് ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല. കൊടുത്താൽ നല്ലതായിരുന്നു. ബാക്കിൽ ഞാൻ ഇൻവിസിബിൾ സിബ്ബറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കൊടുക്കൊന്നും തുന്നാനുള്ള നേരല്ല എനിക്ക്. പിന്നെ ബാക്കിലായതുകൊണ്ട് ഞാൻ സിബ്ബ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ടക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ ഇങ്ങനെ ഒരു കർവ് പോലെയാണ് കട്ട് ചെയ്ത് മടക്കി തയ്ച്ചിട്ടുള്ളത്. വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിനൊക്കെ കുറച്ച് ഇറങ്ങിയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഈ ഒരു ബ്ലൗസ് തുന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഈ ബ്ലൗസിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്യാനായിട്ട് എപ്പോഴും നോക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ആ ബ്ലൗസിൻ്റെ ഒരു നീറ്റ് ഫിനിഷ് കിട്ടുക എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. ബ്ലൗസ് എന്നല്ല, എന്താണെങ്കിലും ഒരു നല്ല നീറ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്താൽ തന്നെ കിട്ടുള്ളൂ എന്ന് തോന്നാറുണ്ട് കേട്ടോ. ചെറിയൊരു പഫ് സ്ലീവാണ് അതിന് കൊടുത്തിട്ടുള്ളത്, ഒരു 4 ഇഞ്ച് ഇറക്കത്തിൽ. അങ്ങനെയാണ് അപ്പോൾ ഈ ബ്ലൗസിൻ്റെ കാര്യം. നെക്സ്റ്റ് ഇനി നമുക്ക് അംബർല സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ അംബർല സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യണത് എനിക്ക് 2 അംബർല സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യണം ഫുൾ സർക്കിൾ. വാവയ്ക്കും പാറുവിനും വേണ്ടിയിട്ട് കേട്ടോ. അതായത് ഒരു സ്കേർട്ട് 24 ഇഞ്ച് ലെങ്ത്തും അടുത്തത് 22 ഇഞ്ച് ലെങ്ത്തും. അപ്പോൾ ഞാനിങ്ങനെ 4 മടക്കി 5 മീറ്റർ തുണിയാണത് 4 മടക്കി ഇട്ടിട്ട് 2 കോർണറിൽ നിന്നാണ് കേട്ടോ കട്ട് ചെയ്യണേ. ഒരു കോർണറിൽ നിന്ന് ഞാൻ നമസ്കാരം ഓൾറെഡി കട്ട് ചെയ്തു. ഓപ്പോസിറ്റ് കോർണറിൽ നിന്ന് വാവയ്ക്കും കട്ട് ചെയ്തു കേട്ടോ. കട്ട് ചെയ്തിട്ട് അത് ബാലൻസ് ഉള്ള തുണിയാണ്. അതിൽ നമ്മൾ ബാൻഡ് വെക്കാനും പിന്നെ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ടോപ്പ് വേണമെങ്കിൽ തുന്നാം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ചെറിയ പീസസ് ആയിട്ട് ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കട്ടിങ് കഴിഞ്ഞു അതിൻ്റെ. ഞാൻ എന്നിട്ടത് സ്റ്റിച്ച് ചെയ്യാണ്. ഇതിൽ ഞാൻ ഇപ്പം അംബർല സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൽ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് അതിൻ്റെ താഴത്തെ അരിക് മടക്കി തയ്ക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ മടക്കി തയ്ക്കുന്നത് ഈവണായിട്ട് വരാൻ എളുപ്പം നമുക്ക് ഈ ഒരു റോൾഡ് ഹെമ്മിങ് ഫൂട്ട് വെച്ചിട്ട് തുന്നുമ്പോഴാണ് കേട്ടോ. നല്ല രസമായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഏറ്റവും ചെറിയ നമ്മൾ ഇത് ചെയ്യില്ലേ, അതായത് ഫിഷിംഗ് ലൈനൊക്കെ വെച്ചിട്ട് മടക്കി തുന്നില്ലേ താഴെ അംബ്രല്ല സ്കേർട്ടിൻ്റെ അടിയിൽ. അപ്പോൾ ആ ഒരു രീതിക്ക് കിട്ടുന്ന ഒരു ഫൂട്ടാണുള്ളത്. ഇപ്പം ഞാൻ സൂം ചെയ്തപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിട്ട് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഫൂട്ടർ ഇട്ടിട്ടാണ് ഞാൻ ഇതേപോലെ സർക്കുലറായിട്ട് വരുന്ന എല്ലാത്തിൻ്റെയും അരികു തുന്നാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ആ തുണി ആ ഫൂട്ടിൻ്റെ ഉള്ളിലേക്ക് അപ്പം ഞാൻ ഈ ചെയ്യുന്ന രീതിയിലൊന്ന് പിടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് അതിങ്ങനെ മടക്കി തയ്ച്ച് വരും കേട്ടോ. ഇത് വലിയൊരു ലൈഫ് സേവറാണ് ഈ ഫൂട്ട്. നിങ്ങളുടെ കയ്യിൽ ഈ ഫൂട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വാങ്ങിയിട്ട് ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. ഞാനിത് വാങ്ങിയിട്ടുള്ളത് 2019 20 എന്തോ ആണ് മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സൈസും കൂടി ഞാൻ വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അധികം തിരക്ക് കൂട്ടിയിട്ട് ഈ ഫൂട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കണ്ട. പതുക്കെ തയ്ച്ചാൽ മതി. സമയം എടുക്കും, പക്ഷെ എന്നാലും പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൽ തയ്ക്കാം കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ആ കയറി പോകുന്ന തുണിയുടെ അളവ് ഈവൺ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തയ്ച്ച് കിട്ടുന്ന ഔട്ടും അതിൻ്റെ വീതിയും അൺഈവണായിട്ട് പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളതേ ഉള്ളൂ. ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ആ തുന്നി വരണത് കിട്ടും കേട്ടോ. പിന്നെ ഇങ്ങനെ കുറച്ച് കേളി ആയിട്ട് കിടക്കും. അപ്പോൾ അതൊക്കെ ഒരു രസമാണ്. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞു, സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഞാൻ 2 സ്കേർട്ടും ഒരുമിച്ചാണ് തുന്നിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു ഫൂട്ട് മാറ്റിയിടുമ്പോൾ ആ ഫൂട്ട് കൊണ്ട് ചെയ്യാവുന്ന എല്ലാ പണികളും ചെയ്തിട്ട് അങ്ങനെ ഞാൻ ലാസ്റ്റ് അതിൻ്റെ ബാൻഡ് വെച്ച് കൊടുക്കുകയാണ്. ഒരു 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ ഇടണം എന്നുള്ള രീതിക്കാണ് ഞാൻ ബാൻഡ് വെച്ചത്. പക്ഷേ
തുന്നി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിച്ചാൽ എൻ്റെ കയ്യിൽ ഇലാസ്റ്റിക് ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ അത് വാങ്ങി വന്നിട്ട് വേണം ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ 2 സ്കേർട്ട് തുന്നി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇലാസ്റ്റിക് വെക്കേണ്ട കാര്യം കൂടിയേ ഉള്ളൂ. അങ്ങനെ ഇനി നമുക്കതിൻ്റെ ടോപ്പ് തുന്നാനുണ്ട്. വേറെ കുറേ പണികളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സന്ധ്യ ആയപ്പോഴത്തേക്കും ഈ ഒരു സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇലാസ്റ്റിക് വെച്ചിട്ടില്ല, പക്ഷേ 2 സ്കേർട്ട് നമ്മൾ നല്ല ഫ്ലൈഡ് ആയിട്ടുള്ള ഫുൾ സർക്കിൾ അംബ്രല്ല സ്കേർട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൻ്റെ ബ്ലൗസിന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് ഒരു പരിധി വരെയൊക്കെ ആയിട്ടുണ്ട്. മുഴുവനായിട്ടില്ല. ഞാൻ രണ്ടെണ്ണം ഒരുമിച്ചിട്ട് ആണ് കേട്ടോ തുന്നുന്നത്. ആ സെയിം മെറ്റീരിയൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബ്ലൗസ് തുന്നാനായിട്ട് ഓരോ ബ്ലൗസും കൂടെ തുന്നാനായിട്ടുള്ള തുണിയുണ്ട്. അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. അതിലേക്കുള്ള ലൈനിങ് ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാനിതാ ഈ ബ്ലൗസ് തുന്നി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചെറിയ പഫൊക്കെ വെച്ചിട്ട് ബാക്കിൽ ഇതാ ഇങ്ങനെ ഞാൻ ഒരു റെഫറൻസ് ബുക്കിൽ വരച്ചത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവുമോ എന്നറിയില്ല. വീഡിയോയുടെ ഇടയ്ക്ക് അത് ഞാൻ കാണിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഹുക്ക് വെച്ചിട്ട് താഴേന്ന് ഇതാ ഇങ്ങനെ വള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ട്രയാങ്കിൾ പോലെ ബാക്കിൽ ഫോം ചെയ്യും കേട്ടോ. ബാക്കിലും ഫ്രണ്ടിലും വി നെക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് ഈ ബ്ലൗസിൻ്റെ കാര്യം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ മാക്സിമം സീമെല്ലാം കവർ ചെയ്ത് ബയാസ് സ്ട്രിപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇടില്ല. ഇപ്പോൾ തന്നെ ഇത് ഒരു ലെയർ ലൈനിങ് ഇതിനുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു സെറി ബുട്ട ഉണ്ടല്ലോ, അത് കുറച്ചൊരു ലൈനിങ്ങിൻ്റെ ഉള്ളിൽ കൂടെയും കൂടെ തുളഞ്ഞ് കയറിയിട്ട് ചൊറിയുന്ന ഒരു ഫീലുണ്ട്. അത് പറയുന്നുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ 2 ലെയർ ലൈനിങ് അതിന് ഇടുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്കേർട്ടും ടോപ്പും ഫിനിഷ് ചെയ്തിട്ട് ഞാൻ അയൺ ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ചതാണ് കേട്ടോ. അപ്പോൾ എടുത്തൊരു ക്ലിപ്പാണ്. ഇന്നിപ്പോൾ 3-ാം തീയതി ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഫ്ലവേഴ്സ് ഉണ്ടാക്കാനാണ് കേട്ടോ. ഇത് തൃക്കാക്കരപ്പനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാനാണ്. ഇപ്പോൾ നമുക്ക് ഓണമില്ലാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട, പക്ഷേ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേണം കേട്ടോ. 2 സ്ഥലത്തേക്കും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കാനായിട്ട് മേടിച്ചതാണ്. അപ്പോൾ ആ ഫ്ലവർ ഉണ്ടാക്കുന്ന ഭാഗമാണ് ഇത്. ഈ ക്ലിപ്പൊക്കെ റെക്കോർഡ് ചെയ്തത് നമസ്യാണ്. അതുകൊണ്ട് ഇത് ഭൂമി കുലുങ്ങുന്ന പോലെ ക്ലിപ്പ് കുലുങ്ങും. അത് മാത്രമല്ല ഇതിൻ്റെ വോയിസ് നമസ്ക്ക് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നിങ്ങൾ നമസ് എന്താ പറയണതെന്നുള്ളത് കേട്ടോളൂ കേട്ടോ. പൂക്കളും ഉണ്ടാക്കാണ്. നമ്മൾ ഇപ്പോൾ പിങ്ക് കളറാണ് എടുത്തേക്കണേ. ഇതുപോലൊക്കെ വെട്ടിയെടുത്തിട്ടാണ് ഉണ്ടാക്കണേ. നൂലുകൊണ്ട് ചുറ്റും ചെയ്യും. ഒരെണ്ണം നമ്മളിപ്പോൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ആ സ്റ്റിക്കും ഇങ്ങനെ പച്ച കളർ ചുറ്റും ചെയ്യണം. ഇപ്പം നമ്മൾ പിങ്ക് കഴിഞ്ഞിട്ട് മഞ്ഞ ഉണ്ടാക്കാൻ തുടങ്ങി. മഞ്ഞ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് പിങ്ക് ഉണ്ടാക്കിയ പോലെ തന്നെ സ്റ്റിക്ക് നമ്മൾ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റിക്ക് മേടിച്ചിട്ട് തൃശ്ശൂർ പോയപ്പോൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കത്രിക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് ആ സൈഡിലിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ട് കുഞ്ഞ് മറ്റു സാധനം ആ പേപ്പറൊന്ന് ചുറ്റിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചാൽ മതി. പിന്നെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് ഇപ്പം ഇത്രയായുണ്ട്. നമ്മൾ ചുറ്റിയിട്ടാണ് എടുക്കുന്നത്. ഒരു ടേപ്പ് തീർന്നപ്പോഴാണ് നമ്മൾ 2ാമത്തെ ടേപ്പ് എടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ 12 ഫ്ലവേഴ്സ് ഉണ്ടാക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് ഈ റോള് പേപ്പറും സ്റ്റിക്കൊക്കെ. ഞാൻ മൊത്തം ഉണ്ടാക്കിയില്ല, വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാമല്ലോ. 12 എണ്ണമാണ് ഉണ്ടാക്കിയത്. ഇതാണ് ഫ്ലവേഴ്സ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യണം. ഇനി ലെങ്ത് ആക്കാൻ വയ്യ. 4-ാം തീയതി ഉത്രാടത്തിൻ്റെ എന്തെങ്കിലും ഇത് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഇടയ്ക്കൊന്നും തിലയ്ക്കുന്നൊക്കെ ആയിട്ട് കാണിച്ചു പോയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇനിയും എൻ്റെ വീഡിയോസ് കാണാൻ ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.